അവിലുപ്പുമാവ് പണ്ട് കാലങ്ങളിൽ ഇത് സാധാരണയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോൾ പിന്നെ അവിലൊന്നും ആരും കഴിക്കാറേ ഇല്ലല്ലോ അല്ലേ. ഒരുപാട് ഗുണങ്ങളുള്ള അവില് ബ്രേക്ക്ഫാസ്റ്റായി കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഏത് പ്രായക്കാർക്കും കഴിക്കാൻ പറ്റുന്ന അവില് കൊണ്ട് നല്ലൊരു ഉപ്പുമാവ് ഉണ്ടാക്കാം ഇന്ന്. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതിനു വേണ്ടി ഞാൻ 2 കപ്പ് അവിലാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഉണ്ടാക്കുന്ന സമയത്ത് തടിച്ച അവിലെടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് തടിച്ച നല്ല അവിലാണ്. ഇത് ഒരു പ്രാവശ്യം പച്ചവെള്ളത്തിൽ കഴുകിയെടുക്കാം. കഴുകി വെള്ളം നന്നായി ഊറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഇഷ്ടമില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ഇനി കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനെടുത്തത് ഡെസിക്കേറ്റ് കോക്കനട്ടാണ്. നാട്ടിലാകുമ്പോൾ നല്ല പച്ച തേങ്ങ കിട്ടുമല്ലോ, അതായിരിക്കും ബെസ്റ്റ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പും പഞ്ചസാരയും തേങ്ങയും അവിലിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി. ഡയറ്റ് നോക്കുന്നവർ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇതുപോലെ കഴിക്കുന്നത് നല്ലതായിരിക്കും. അവിൽ കഴിക്കുന്ന അത്ര ഗുണങ്ങളൊന്നും ഇപ്പം നമ്മൾ കഴിക്കുന്ന കോൺഫ്ലേക്സിനില്ല. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് മാറ്റി വെക്കാം. ഇനി ഒരു പാന് വെച്ച് ചൂടാക്കി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുകും കൂടി ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഒരു വറ്റൽമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉണക്കമുന്തിരി കൂടി ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ഓപ്ഷണലാണ്, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇനി ചെറുതായി കട്ട് ചെയ്ത ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുക. ഇത് നന്നായി വഴറ്റിയെടുക്കണം. ഇഞ്ചി നന്നായി മൂത്ത് വരണം. കുറച്ച് നിലക്കടല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് റോസ്റ്റ് ചെയ്ത നിലക്കടലയാണ്. ചെറിയൊരു കഷ്ണം പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. എരിവൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുമ്പം അധികം എരിവില്ലാത്തത് കഴിക്കുന്നതായിരിക്കും നല്ലത്. ചെറിയൊരു സവാള കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള വഴറ്റി അതിൻ്റെ കളറ് മാറേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായി ഒന്ന് സോഫ്റ്റായാൽ മാത്രം മതി. സവാള കുറച്ച് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയൊരു ക്യാരറ്റ് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇതേപോലെ ചെറുതായി തന്നെ കട്ട് ചെയ്തിട്ട് കൊടുക്കണം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ഇത് വഴറ്റിയെടുക്കാം. പണ്ട് അവിലുപ്പുമാവ് ഉണ്ടാക്കുമ്പം ക്യാരറ്റൊന്നും ഇടൂലായിരുന്നു. ഇപ്പം നമുക്ക് എല്ലാവർക്കും ഹെൽത്ത് കോൺഷ്യസ് കുറച്ച് കൂടുതലാണല്ലോ, അതുകൊണ്ട് ക്യാരറ്റ് ഇട്ടു. പിന്നെ ഈ ക്യാരറ്റൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റും കൂടിയാണിത്. ക്യാരറ്റ് ആയാലും ചെറുതായി ഒന്ന് സോഫ്റ്റായാൽ മതി. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച അവിലില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് ഫ്ലെയിം സിമ്മിലാക്കി ഇടണം. ഇപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. പണ്ടൊക്കെ വീടുകളിൽ ഇത് ഉണ്ടാക്കുന്നത് സാധാരണ ഈ കല്യാണത്തിൻ്റെ തലേത്തെ ദിവസം, കല്യാണത്തിൻ്റെ പിറ്റേത്തെ ദിവസമൊക്കെയാണ്. ആ സമയത്തൊക്കെ വീട് നിറയെ ആൾക്കാരായിരിക്കുമല്ലോ, അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, എന്നാൽ നല്ല ടേസ്റ്റും ആയിരിക്കും ഇത് കഴിക്കാൻ വേണ്ടി. അങ്ങനെയുള്ള സമയങ്ങളിലാണ് ഇത് കൂടുതലും ഉണ്ടാക്കുന്നത്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 2 മിനിറ്റ് ഇത് അടച്ച് വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോഴത്തെ കല്യാണത്തിനാണെങ്കിൽ വീടും ക്ലോസ് ചെയ്ത് എല്ലാവരും ഹാളിലേക്ക് പോകും. ഓർത്ത് നോക്കുമ്പോൾ പഴയ കാലം തന്നെയായിരുന്നു നല്ലത്. പഴയ കാലം എന്ന് പറയുമ്പോൾ 70s 80s കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പിന്നെ അതൊന്നും അറിയില്ലല്ലോ. അതൊക്കെ ഒരു കാലം. നമ്മുടെ നല്ല ടേസ്റ്റിയായ ഹെൽത്തി അവിലുപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.